മഞ്ചേരിയിൽ വാഹനാപകടത്തിൽ യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറി. കോഴിക്കോട് നടുവട്ടം സ്വദേശി ഫൗസിയയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മഞ്ചേരിയിൽ വാഹനാപകടത്തിൽ യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നു. വിവരങ്ങൾ നൽകുന്നു റിയാസ് കെ.എം.ആർ. കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നു. വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികയായിട്ടുള്ള യുവതിയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറുകയാണ് ചെയ്തത്. നടുവട്ടം സ്വദേശി ഫൗസിയയ്ക്കേറ്റ ആ അപകടത്തിന്റെ വിവരങ്ങൾ നൽകുന്നു റിയാസ് കെ.എം.ആർ. ഓവർടേക്ക് ചെയ്യാൻ നോക്കിയിരുന്നു. അപ്പോൾ ആ ഭാഗത്തുനിന്ന് അയിമ വീണപ്പോൾ അയിമൻ്റെ തല നേരെ ബസ്സിൻ്റെ ഇതിൻ്റെ അടിയിലേക്ക് വന്നു. അപ്പോൾ ഹെൽമെറ്റ് നേരെ ബസ്സിൻ്റെ ടയറിൽ ഹെൽമെറ്റിൻ്റെ മുകളിൽ കൂടെ കയറി അത് ചതഞ്ഞ്. എന്നിട്ട് അയിമനെ വലിച്ചെടുത്ത് അത് കുറച്ച് നേരം ഇച്ചിരി 1, 2, 3, 4, 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേ അയിമൻ്റെ ഉള്ളിൽ നിന്ന് കുറേ രക്തം ഒലിച്ച് അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിൽ അയിമുണ്ടായിരുന്നു. പിന്നെ ഓരോ സഹോദരി ഉണ്ട്. സഹോദരിക്ക് ചെറിയ രീതിയിലുള്ള പരിക്ക് പറ്റിക്കണമെന്ന് സംശയമുണ്ട് നമുക്ക്. കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ വാഹനാപകടത്തിൽ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. സ്കൂട്ടർ യാത്രികയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങിയതിനെക്കുറിച്ച് ദൃക്സാക്ഷികളായിട്ടുള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ പറഞ്ഞ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. റിയാസ് കെ.എം.ആർ. ബാക്കി വിവരങ്ങൾ നൽകുന്നു. വൈകുന്നേരം 3:45 ശേഷമാണ് ഈ അപകടമുണ്ടായത്. ഫറൂഖ് കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന PKT, കോഴിക്കോട് ടൗൺ ഫറൂഖ് കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന PKT ബസ്സാണ് മാറാടിനടുത്തുള്ള നടുവട്ടം കൈതപ്പറമ്പ് സ്വദേശിനി ഫൗസിയുടെ തലയിലേക്ക് കയറി ഇറങ്ങുന്ന അതിന്റെ ബസിന്റെ പിൻചക്രമാണ് ബസ് ഒരു തലയിലൂടെ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ബസ് അമിത വേഗതയിലും തെറ്റായ ദിശയിലുമാണ് ബസ് ഓടിച്ചു വന്നത് എന്നുള്ളത് ദൃക്സാക്ഷികൾ പറയുന്നു, കുട്ടികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു യാദൃശ്ചികത, ഈ ഒരു അതുവഴി നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ഈ അപകടം ശ്രദ്ധയിൽപ്പെടുന്നത്. 10 മിനിറ്റോളം നമ്മൾ ബ്ലോക്കിൽപ്പെടുകയും എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോഴാണ് തൊട്ടു മുൻപിൽ ഇത്തരത്തിലൊരു വാഹനാപകടം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ അവിടെ എത്തിയ സമയത്താണ് ഇതിന്റെ ഒരു ദാരുണ അവസ്ഥ മനസ്സിലാകുന്നത്. അത്യന്തം ദാരുണമായൊരു അപകടം എന്ന് തന്നെ പറയാം. കാരണം ഈ ഫൗസിയ ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. അവർ അബോധാവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഇവർ ഈ കൈതവളപ്പിൽ ഈ നടുവട്ടം ഭാഗത്ത് നിന്ന് ടൗണിലേക്ക് പോകുന്നതിനിടെയാണ് എതിരെ വരികയായിരുന്ന തെറ്റായ ദിശയിൽ അമിത വേഗതയിൽ വരികയായിരുന്ന ഈ PKT എന്ന് പറയുന്ന സ്വകാര്യ ബസ് ഇവരെ ഇടിക്കുകയും അതിന്റെ പിൻ ടയർ അവിടെ വീണ ഈ സ്ത്രീയുടെ ഫൗസിയുടെ തലയിലൂടെ അതിന്റെ പിൻ ടയർ, ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഹെൽമറ്റ് പോലും അതിൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച. ഹെൽമറ്റ് ധരിച്ചിട്ട് പോലും അവരുടെ തലയിലൂടെ ഈ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങുന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് കുട്ടികളാണ് ദൃക്സാക്ഷികളാകേണ്ടി വന്നത്. വൈകിട്ട് സ്കൂൾ വിട്ട് ബസ് കാത്തു നിൽക്കുകയായിരുന്ന കുട്ടികളാണ്. ഈ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കാത്തു നിൽക്കുന്ന സ്ഥലത്താണ് കണ്ണഞ്ചേരി TVS ഷോറൂമിന്റെ മുൻപിലാണ് ഈ അപകടമുണ്ടായത്. ഇവിടെ സ്ഥിരമായിട്ട് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ബസ്സുകളുടെ ഒരു അമിത വേഗതയെക്കുറിച്ച് നാട്ടുകാർ വലിയൊരു ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. കാരണം അത്രയും ഗൗരവകരമായ രീതിയിലുള്ള ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. ആ ഒരു അപകടത്തിനിടെ ചാടി ഇറങ്ങാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം ഈ ഫൗസിയുടെ സഹോദരി സൈബുന്നിസയ്ക്ക് നിസാര പരിക്കുകളോടെ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ജീവനും അപകടത്തിലാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്, അബോധാവസ്ഥയിൽ കഴിയുകയാണ് ഫൗസിയ. വാർത്ത നേരത്തെ നമ്മൾ നൽകിയിരുന്നു. അത് കേരളം മുഴുവൻ ആശ്വാസത്തോടുകൂടി കണ്ടതാണ്. ഒരു ഓട്ടോറിക്ഷയിൽ നിന്നൊരു കൊച്ചു കുഞ്ഞ് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി നേരെ എതിർവശത്തേക്ക് ഓടുമ്പോൾ ഒരു ബസ് വരുന്നതും ആ ബസ്സിലെ ഡ്രൈവർ സമയോചിതമായിട്ട് ഒതുക്കുന്നതും ആ കുട്ടി രക്ഷപ്പെടുന്നതും, അങ്ങനെ ആ ഡ്രൈവറെ അഭിനന്ദിക്കുന്നവരെ രീതിയിൽ കാര്യങ്ങളെത്തി. ഇവിടെ നേരെ വിപരീതമായിട്ടുള്ള ഒന്ന് സംഭവിച്ചിരിക്കുകയാണ്. നല്ലൊരു മനുഷ്യസ്നേഹിയായ ഒരു ഡ്രൈവറാണ് അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയത്.
ആ ഒരു ഡ്രൈവറെ അഭിനന്ദിച്ച അതേ ദിവസമാണ് മറ്റൊരു ബസ് ഡ്രൈവർ ഇത്തരത്തിലൊരു ദാരുണമായ ഒരു അപകടം വരുത്തി വെച്ചിരിക്കുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ടത്, ഈ അപകടം ഉണ്ടായ ഉടനെ അവിടെ ബസ് നിർത്തി ഡ്രൈവർ നേരെ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ ബസ് ഡ്രൈവർ, അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇയാളെ നാട്ടുകാർക്ക് കിട്ടിയില്ല. പിന്നീട് പന്നിയങ്കര പോലീസ് എത്തിയാണ് നട് റോട്ടിൽ നിർത്തിയിട്ടിരുന്ന ഈ ബസ് റോഡിൽ നിന്നും നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഡ്രൈവറെ കണ്ടെത്താനുള്ള ശ്രമമൊക്കെ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. PKT എന്നാണ് ആ ബസിന്റെ പേര് എഴുതി കാണിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും PKT എന്ന ബസ്സാണ്. വൈകുന്നേരം 3:45 3:50 ഒക്കെയാണ് ഈ ബസ് ഇതുവഴി കടന്നു പോകുന്ന ഒരു സാഹചര്യം. 3:45 ഈ അപകടം ഉണ്ടാകുന്നത്. 10 മിനിറ്റ് നേരം പന്നിയങ്കര ഭാഗത്ത് പിന്നിട്ട് ഈ ഒരു നമ്മൾ നല്ലളം ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ 10 മിനിറ്റ് നേരം ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. ആ സമയത്താണ് കാര്യം തിരക്കുന്നത്. ആ തിരക്കിയ സമയത്താണ് ഇത്തരം ഒരു ദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് നടന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഈ യുവതിയും ഒപ്പം സഹോദരി സൈബുന്യത്തെയും ടൗൺ ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അവർക്കാണ്, അതിൽ ഫൗസിയ എന്ന് പറയുന്ന യുവതിക്കാണ് ദാരുണമായ അപകടത്തിന് ഇരയാക്കപ്പെടേണ്ടി വന്നിരിക്കുന്നത്. അവരിപ്പോഴും അബോധാവസ്ഥയിൽ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം. അത്രയും ദാരുണമായിട്ടുള്ളൊരു അപകടമാണ്. കാരണം ബസിന്റെ പിൻ ടയർ ഹെൽമറ്റ് ധരിച്ച തലയിലൂടെ കയറിയിറങ്ങി ഹെൽമറ്റ് പോലും തകർന്ന് തരിപ്പണമായി. യുവതിയുടെ തലയിലൂടെ രക്തസ്രാവം ഉണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികളായ കുട്ടികൾ പറയുന്ന വാക്കുകൾ നമ്മൾ തൊട്ടു മുൻപ് കേട്ടു. അങ്ങനെ വളരെ ദാരുണമായൊരു അപകടമാണ് അവിടെ സംഭവിച്ചത്. ഇവിടെ ഈ ബസ്സുകളുടെ ഒരു മത്സരയോട്ടവും തെറ്റായ ദിശയിലുള്ള സഞ്ചാരവും എതിരെ വരുന്ന വാഹനങ്ങളെ പോലും പരിഗണിക്കാതെയുള്ള ഈ ഒരു കുതിച്ചുപായലിനുമൊക്കെ തടയിടാൻ ശക്തമായിട്ടുള്ള സംവിധാനം വേണമെന്നുള്ളൊരു ആവശ്യം കൂടി ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. റിയാസ് KMR, സാധാരണഗതിയിൽ ഹെൽമെറ്റിൻ്റെ ശക്തിയും ബലപരീക്ഷണവും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടി യൂട്യൂബേഴ്സൊക്കെ പലതരത്തിലുള്ള പല കമ്പനികളുടെ ഹെൽമെറ്റുകൾ നിരത്തി വെക്കുകയും അതിൻ്റെ മുകളിൽ ചുറ്റി കൊണ്ടൊക്കെ അടിക്കുകയും ഏറ്റവും വില കുറഞ്ഞ ഹെൽമെറ്റുകളൊക്കെ ആ ഒറ്റയടിയിൽ തന്നെ തകർന്നു പോകുന്നതും എന്നാൽ വലിയ ബ്രാൻഡുകളുടെ ഹെൽമെറ്റുകൾ അതിനെ അതിജീവിക്കുന്നതുമൊക്കെയുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത്ര വലിയ ഭാരമുള്ള അത്രയധികം ആളുകളുമായിട്ട് വരുന്ന ഒരു ബസ് കയറി ഇറങ്ങിയ ആ ഹെൽമെറ്റ് സ്വാഭാവികമായിട്ടും എത്ര വലിയ കമ്പനിയുടേതാണെങ്കിലും ആ രീതിയിൽ ഞെളുങ്ങിപ്പോയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് റിയാസ് KMR അതീവ ഗുരുതരാവസ്ഥ എന്ന വാക്കിനെ അവിടെ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. കേരളത്തിൽ സംസ്ഥാനത്തുടനീളം വാഹനാപകടങ്ങളുടെ എണ്ണം നിരന്തരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ വാഹനാപകടത്തിൽ ഇപ്പോൾ യുവതിക്ക് അതീവ ഗുരുതരാവസ്ഥയിൽ, അത്യന്തം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടേണ്ടി വന്ന അവസ്ഥയുണ്ടായിരിക്കുന്നത്. ആ കുട്ടികളുടെ വാക്കുകൾ തന്നെയുണ്ട്. അവർ അനുഭവിച്ച ആ കാഴ്ച കണ്ടതിൻ്റെ വലിയ ഒരു ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ച കണ്ടതിൻ്റെ വലിയ വേദന അവരുടെ വാക്കുകളിലുണ്ട്. സ്കൂട്ടർ യാത്രികയുടെ തലയിലൂടെ ബസ്സിൻ്റെ പിൻചക്രം കയറിയിറങ്ങുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. ആ ഡ്രൈവർ നടുറോട്ടിൽ ബസ് നിർത്തിയിട്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട് നടുവട്ടം സ്വദേശി ഫൗസിയയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.